സഹോദരി എല്ലാവർക്കും ഓണാശംസകൾ. ഓണം ഒരു വിശ്വമാനവികത. മലയാളിയുടെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഓണത്തിന് നിർണായകമായ പങ്കുണ്ട്. ഓണം എന്നത് കേവലം ഒരു പ്രാദേശിക ഉത്സവമല്ല, മറിച്ച് അത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുകയും നിർവചിക്കുകയും ചെയ്യുന്ന ശക്തമായ ഒരു ഘടകമായി പ്രവർത്തിക്കുന്ന അനുഭവമാണ്. മലയാളി എന്ന ഭാവത്തെയും സമത്വത്തെയും പരസ്പര സ്നേഹത്തെയും ഓർപ്പിക്കുന്ന ഒരു സാംസ്കാരിക അടയാളമാണത്. മലയാണ്മയുടെ ഒരുമ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ദേശീയ ഉത്സവമാണത്. രാജ്യാതിർത്തികൾ ഭേദിച്ചെത്തുന്ന മലയാളിയുടെ പൂവിളി വിശ്വമാനവികതയുടെ ഒരു സർഗസംഗീതം തന്നെയാണ്. സ്വന്തം മണ്ണിലേക്ക് മലയാളിയെ തിരിച്ചെത്തിക്കുന്ന മാസ്മരികതയാണത്. ഞാനെന്നും നീയെന്നുമുള്ള അകലങ്ങൾക്കിടയിൽ നമ്മൾ എന്ന ഒരു തണൽമരമാണ് ഓണം. മനുഷ്യ തീർത്ത മതിൽക്കെട്ടുകൾക്കെല്ലാം അപ്പുറത്ത് ഒരുമയുടെ ഒരാകാശമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന അപൂർവതയാണ് ഓണം. അത് ഒരേ സമയം ഐതിഹ്യവും പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഇഴചേരുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസവുമാണ് എന്ന് പറയാം. മാവേലി കഥയുമായാണ് ഓണം പൊതുവെ ഐതിഹ്യപ്പെടുന്നതെങ്കിലും ചിങ്ങത്തെ കുറിക്കുന്ന ശ്രാവണം എന്ന പദം ബുദ്ധമതവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ബുദ്ധമതത്തിൽ ശ്രാവണത്തിൽ പ്രവേശിക്കുന്നവർക്ക് ശ്രീബുദ്ധൻ നൽകിയ മഞ്ഞ വസ്ത്രമാണ് ഓണക്കോടിയായി നൽകുന്ന മഞ്ഞമുണ്ട് എന്നൊരു ഐതിഹ്യമുണ്ട്. ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ട സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഓണമെന്ന് വേറൊരു ഐതിഹ്യം നിലയിലുണ്ട്. എന്നാൽ ലോകചരിത്രത്തിൽ ഒരിടത്തും കാണാത്ത ഒരു അപൂർവത ഓണത്തിന്റെ മറ്റൊരു ഐതിഹ്യ പെരുമയാണ്. സാധാരണയായി യുദ്ധത്തിൽ ജയിക്കുന്നവരെയാണല്ലോ പ്രകീർത്തിക്കാറുള്ളത്. എന്നാൽ ഓണത്തിൽ ദേവന്മാരാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട അസുരനായ മഹാബലി എന്ന ഒരു ഭരണാധികാരിയെയാണ് ജനങ്ങൾ നെഞ്ചേറ്റുന്നത്. ജനക്ഷേമം മുൻനിർത്തി ഭരിച്ച ഒരു ഭരണാധികാരിയോടുള്ള ആദരവ് കൂടിയായി അത് കണക്കാക്കാം. ഓണം വെറുമൊരു ആചാരമല്ല, അത് പ്രകൃതിയുടെ ഉത്സവമാണ്. മതപരമായ ചടങ്ങുകൾക്കപ്പുറം കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളും ഓണസദ്യ ഒരുക്കുകയും പൂക്കള മത്സരങ്ങളിലും മറ്റും പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. ഒരു ജനതയെ മുഴുവൻ ഒരൊറ്റ സംസ്കാരത്തിന്റെ കീഴിൽ നിർത്താൻ ഓണത്തിന് കഴിയുന്നു എന്നതാണത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ലോകത്തിന് തന്നെ മാതൃകയായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയെയാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. ജാതിയോ വർഗമോ ഇല്ലാത്ത ഒരു ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഓണം ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. ഓണത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയവും സാമൂഹികവുമായ ചിന്തയാണ്. അധികാരിവർഗത്താൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെയും അവരുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയുടെയും പ്രത്യാശയുടെ പ്രതീകം കൂടിയാണ് ഓണം. ചവിട്ടിത്താഴ്ത്തിയവർക്കെതിരെയുള്ള ജനങ്ങളുടെ സാംസ്കാരിക പ്രതിരോധത്തിന്റെ പ്രതീകം കൂടിയായി അത് മാറുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒരുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെ ചൂഷണത്തിന് ഇരയാവുന്ന മനുഷ്യർക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. തങ്ങളെ അടിമപ്പെടുത്തിയ വ്യവസ്ഥിതികളെ മറികടന്ന് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആ സമത്വസുന്ദരമായ ലോകം വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഓരോ ഓണവും നൽകുന്നു. നിമിഷവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തിന് ഓർമ്മകളിലൂടെയെങ്കിലും ആവാഹിച്ചെടുത്ത് വിശ്വമാനവികതയുടെ ഒരു ഉറവയെ തേടുകയാണ് ഓണാഘോഷത്തിലൂടെ ഓരോ മലയാളിയും. മലയാളി എന്ന നിലയിൽ നമ്മുടെ എല്ലാം സ്വത്വബോധത്തോടുള്ള വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. മതിലുകളാൽ അതിരിടാത്ത നാട്ടുനന്മയുടെ വെളിച്ചത്തെ തിരിച്ചു പിടിക്കലാണത്. ഉർവരതയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ് ഓണം. നാടിന്റെ സമൃദ്ധിയിലേക്ക് വിരുന്നെത്തുന്നത് മലയാളിയുടെ മനസ്സും പ്രതീക്ഷകളും തന്നെയാണല്ലോ. വറുതിയുടെയും പട്ടിണിയുടെയും കറുത്ത നാളുകളിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ഉണരുന്നതിന്റെ പ്രതീകം കൂടിയാണത്. മാറിയ കാലത്തിന്റെ ഓണം എന്നത് കേവലം ഒരു വിളവെടുപ്പ് ഉത്സവമോ പുരാണ സ്മരണയോ മാത്രമല്ല, മറിച്ച് സമകാലിക സമൂഹം നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പ്രതിരോധങ്ങൾക്കുമുള്ള വലിയ സന്ദേശം കൂടിയാകും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഠമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമായാണ് ഓണം പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് കാർഷിക സംസ്കാരം അന്യമാവുകയും പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സ്വയം പര്യാപ്തതയെക്കുറിച്ച് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഓണം സാധ്യമാക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണപ്പാട്ടിലെ വരികൾ ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് തോന്നുന്നു. മനുഷ്യർക്കിടയിൽ ജാതി മതവർഗ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം സമത്വവും സാഹോദര്യവും ഉണ്ടാകണമെന്ന സന്ദേശം ഈ വരികൾ നൽകുന്നുണ്ടല്ലോ. അസഹിഷ്ണുതയും വിഭജന രാഷ്ട്രീയവും വർദ്ധിച്ചു വരുന്ന സമകാലിക ലോകത്ത് ഒരുമയുടെ ഈ പാഠം വളരെ പ്രസക്തമാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള കേവലം നൊസ്റ്റാൾജിയ എന്നതിനപ്പുറം വർത്തമാനകാലത്തെ തിരുത്താനും ഭാവിയെ കൂടുതൽ പ്രകാശപൂർണമാക്കാനുമുള്ള ശക്തമായ ഒരു സാംസ്കാരിക പ്രതിരോധമാണ് ഓണം എന്ന സങ്കല്പം. ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് അത് ഓർപ്പിക്കുന്നത്. കള്ളവും ചതിയുമില്ലാത്ത സുരക്ഷിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ടെന്ന രാഷ്ട്രീയ സന്ദേശം കൂടി ഓണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പങ്കുവയ്ക്കലിന്റെ ഉത്സവം കൂടിയാണ് ഓണം. വർണ്ണവൈവിധ്യങ്ങളും വർഗവൈജാത്യങ്ങളുമെല്ലാം ഒരു കുടക്കീഴിൽ ഒത്തുചേരുന്നതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കലാണ്
രുചിഭേദങ്ങളെയെല്ലാം ഒരു തൂശനിലയിൽ അണിനിരത്തുന്ന ഐക്യപ്പെടൽ. കരുതി വെച്ചതിൽ നിന്ന് അല്പം എടുത്താണെങ്കിലും പങ്കുവയ്ക്കപ്പെടണമെന്ന സന്ദേശമാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴി. കൂട്ടിവെക്കലുകളും ഒരു പരിധിക്കപ്പുറം അർത്ഥശൂന്യമാണെന്നുള്ള ഒരു ദർശനം കൂടി ഈ പഴമൊഴിക്കുണ്ടല്ലോ. അന്നമായാലും വസ്ത്രമായാലും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണെന്ന ചിന്ത ഓണക്കോടി എന്ന ഒരുമയുടെ ഞൊറികളിൽ കാണാം. പുതുതലമുറ കൃത്രിമത്വത്തിന്റെ കേവലം ഒരു ആഘോഷമായി ഓണത്തെ സ്വീകരിക്കുമ്പോൾ പഴമക്കാർക്ക് അതൊരു മടങ്ങിവരവാണ്, അവരുടെ നിഷ്കളങ്കമായ നഷ്ടലോകങ്ങളിലേക്കുള്ള മടങ്ങിവരവ്. ബാല്യങ്ങൾ പീലി വിടർത്തി വന്നെത്തുന്ന ചിങ്ങപ്പുലരികളെ പേരറിയാത്തൊരു വസന്തത്തിന്റെ ഓർമ്മകളായി അവിടെ പുണരുന്നുണ്ട്. അത്തമുതൽ തിരുവോണം വരെ മലയാളിയുടെ മനസ്സിന്റെ തിരുമുറ്റങ്ങളിൽ വന്നു നിറയുന്ന പൂക്കളുടെ വൈവിധ്യങ്ങൾ പോയ കാലത്തിന്റെ നിഷ്കളങ്കമായ മനുഷ്യക്കൂട്ടായ്മയുടെ പ്രതീകമല്ലാതെ മറ്റെന്താണ്? മനസ്സിന്റെ നന്മകളുടെ വിളവെടുപ്പ് കാലം എന്ന നിലയിൽ പഞ്ഞക്കർക്കിടകത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പെയ്തൊഴിഞ്ഞു പോയ ശേഷം പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ വിരുന്നെത്തുന്ന ചിങ്ങമാസം പ്രകൃതിയിൽ പേരറിയാത്തൊരു വസ്ത്രത്തിന്റെ സുഗന്ധമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ബാലു പൂക്കാട്.